കതിരൂരിൽ നിർധന കുടുംബത്തിനായി നിർമ്മിക്കുന്ന സ്നേഹ വീടിന് കൈത്താങ്ങായി ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന പി.വി. പ്രകാശൻ പുന്നം കൊണ്ടുചിറയിലെ 6 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തി അതിൽ നിന്നും ലഭിക്കുന്ന തുക പൂർണ്ണമായും ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് പി.വി. പ്രകാശന്റെ തീരുമാനം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ 3-ാം മൈലിൽ താമസിക്കുന്ന ശ്രീയക്കും കുടുംബത്തിനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന് കൈത്താങ്ങായി ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന മഹിജ കൺസ്ട്രക്ഷൻ ഉടമ പി.വി. പ്രകാശൻ പൊന്നം കുണ്ടുചിറയിലെ 6 സെന്റ് സ്ഥലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് ഇദ്ദേഹം ചെണ്ടുമല്ലി കൃഷി നടത്തിയിരുന്നു. എന്നാൽ ഓണത്തിന് വിളവെടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂജയ്ക്കും മറ്റുമായി വിളവെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ക്ഷേത്രങ്ങളെയും മറ്റ് കൂട്ടായ്മകളെയും സമീപിച്ചു. ഏവരും പ്രകാശന്റെ ആഗ്രഹത്തിന് പിന്തുണ നൽകി പൂക്കൾ വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ഇത് ഇവിടെ ശ്രീയ എന്ന പേരിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നിർധനയാണ്. ഇവിടെ ചെറുക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ കുട്ടിക്കൊരു വീട് ചെയ്തു കൊടുക്കണമെന്ന് എന്നോട് കതിരൂർ പഞ്ചായത്തിലെ വിഒമാരും പിന്നെ 11-ാം വാർഡിലെ മെമ്പർ ഷാജിയും ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചെയ്യുന്നത്. ഇവിടെ പഞ്ചായത്തിലുള്ള ലൈഫ് വീടൊക്കെ എന്നോടാണ് ചെയ്യാൻ പറയാൻ, ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. ഈ കുട്ടിക്ക് ഗവൺമെൻറ് ഫണ്ടൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പൈസ സുമനസ്സുകൾ കൈകോർത്തിട്ട് കിട്ടുന്ന പൈസയാണ്. മെയിൻ സ്ലാബ് വാർക്കേണ്ട ഹൈറ്റിൽ വീട് എത്തിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇനിയും പൈസ വേണം വാർക്കാനും ഫിനിഷ് ചെയ്യാനും. അതിന് എന്നാൽ കഴിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ഈ സ്ഥലത്ത് ചെടി നട്ടുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും കൂടി ഒരു ചെറിയ രൂപത്തിൽ ഈ കുട്ടിക്ക് കിട്ടുകയും അതിൻ്റെ ഒപ്പരം മറ്റുള്ള സുമനസ്സുകളുടെ സഹായം കൂടിയാകുമ്പോൾ ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായം. റേഷൻ കാർഡ് പോലും ഇല്ലാത്തതിനാൽ ശ്രീയയുടെ കുടുംബത്തിന് സർക്കാരിന്റെ മറ്റ് ഭവന പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിച്ചിരുന്നില്ല. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഇവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത്. പഞ്ചായത്ത് അംഗം ടി.കെ. ഷാജി ചെയർമാനായി ശ്രീയ ഭവന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചു. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 3 സെന്റ് സ്ഥലവും സൗജന്യമായി പതിച്ചു നൽകി. പിന്നീട് പ്രവൃത്തിയും ആരംഭിച്ചു. അപ്പോൾ അവർ സ്വന്തമായിട്ട് സ്ഥലവും വീടും ഇല്ലാത്തുള്ള നിലയിലാണ്. സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അവർ ഉൾപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിലക്ക് അവർക്ക് സർക്കാരിൽ നിന്നൊരു സഹായം ലഭ്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു അപേക്ഷ പരിഗണിച്ച് പഞ്ചായത്ത് ഒരു സ്ഥലം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള 4 സെന്റ് കോളനിയിൽ അനുവദിക്കുകയുണ്ടായി. 3 സെന്റ് സ്ഥലം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ മുൻകൈയിൽ കുറച്ച് കാശ് അവർ ഡിഷ് വാഷൊക്കെ വിറ്റ് ഉണ്ടാക്കാനൊരു ശ്രമവും നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാശ് നമുക്ക് അവർ തന്നിട്ടുണ്ട്. ആ നിലയിലൊക്കെയാണ് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ കതിരൂർ പഞ്ചായത്തിലെയും പുറത്തുള്ളേയും ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇപ്പം ഈ കാണുന്ന രൂപത്തിൽ ഒരു ലിൻഡിൽ വാർപ്പിൻ്റെ പരുവത്തിലേക്ക് നമ്മൾ ഇതിനെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാശ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി വരും. ഏകദേശം ഒരു 9 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ് പൊതുവായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ഈ പ്രവർത്തനത്തിനൊരു ഊർജ്ജം നൽകിയത് നമ്മുടെ ബ്രണ്ണൻ സ്കൂളിൻ്റെ NSS ടീമാണ്. അവരുടെ ഒരു സ്നേഹഭവനം എന്നുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവരടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ അവർ വളരെ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കുട്ടികളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരിതിന് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പല വ്യക്തികളിൽ നിന്നും ഓരോരുത്തരുടെ ഫണ്ട് സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനൊക്കെ പുറമെ നമ്മുടെ പണി ചെയ്യുന്ന പ്രകാശേട്ടൻ്റെ ഒരു മനസ്സ് നമുക്ക് ഒരിക്കലും കാണാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം യാതൊരു ലാഭേച്ഛയും കൂടാതെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുക. അതോടൊപ്പം അദ്ദേഹം സ്വയം ചെയ്ത് തയ്യാറാക്കിയ പൂക്കൃഷി, ഓണത്തിന് നമ്മളൊരു പൂക്കൃഷി ഓണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പൂക്കൃഷി തയ്യാറാക്കിയത്. എങ്കിൽ നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ആ സമയത്ത് നമുക്കിത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല. നമ്മുടെ നവമിക്ക് വേണ്ടി ആ പൂവ് നമ്മൾ ഈ ആഘോഷവേളയിൽ അത് വിറ്റ് കിട്ടുന്ന തുക അദ്ദേഹം നമ്മുടെ ഈ വീട് നിർമ്മാണത്തിന് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂൾ NSS ടീമിന്റെ നേതൃത്വത്തിൽ ഡിഷ് വാഷ് ചലഞ്ചിലൂടെ പണം കണ്ടെത്തി കുടുംബത്തിന് നൽകിയിരുന്നു. മറ്റ് സുമനസ്സുകളുടെ സഹായത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കുടുംബത്തിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ഏവരും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.